എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് നേരെ ബാലിന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. ഹൽദി ചടങ്ങുകളൊക്കെ ആരംഭിക്കുകയാണ്. എല്ലാത്തിനും മുൻപന്തി നിൽക്കുന്ന സേതുവും പല്ലവിയാണ്. അവരാണല്ലോ ഇവന്റ് മാനേജ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് നടത്തുന്നത്. പിന്നീട് ശ്രീദേവിനെയും ആനന്ദിനെയും കൂടെ മണ്ഡപത്തിലേക്ക് ക്ഷണിക്കുകയാണ്. അങ്ങനെ അവരെ ക്ഷണിച്ചു ഇരുത്തി കഴിഞ്ഞിട്ട് പല്ലവി അനൗൺസ് ചെയ്യണം, ഇനി അടുത്തായിട്ട് നമ്മൾ കേക്ക് കട്ട് ചെയ്ത് നമ്മുടെ ആഘോഷങ്ങളൊക്കെ തുടങ്ങാനായിട്ട് പോകാന്ന് പറയണം. ആ സമയത്ത് പെട്ടെന്ന് തന്നെ അകത്തുനിന്ന് ഇവരുടെ കൂടെയുള്ള ഇവൻ മാനേജിന്റെ ആ പെൺകുട്ടി വന്നിട്ട് സേതുവിനെ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോവാണ്. പിന്നീട് പല്ലവിയോട് ഒരു മിനിറ്റ് എന്ന് പറയണം. അങ്ങനെ പല്ലവി അങ്ങോട്ടേക്ക് പോകും. ഒരു മിനിറ്റ് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് അവരും അങ്ങോട്ടേക്ക് കയറി പോവാണ്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവർ എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണേ. എന്താ കാര്യം കാര്യം എന്താന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് ആ പെൺകുട്ടി പറയുന്നത്, ഇവിടെ ശ്രീദേവിനെ ഒരുക്കാനായിട്ട് ഇവിടെ മേക്കപ്പ് സ്റ്റുഡിയോന്ന് ആൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ എനിക്ക് അവർ ചില സംശയങ്ങളൊക്കെ തോന്നിയിട്ടുണ്ട്. ജീന എന്ന അവരുടെ പേര് അവർ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഞാൻ മേക്കപ്പ് സ്റ്റുഡിയോയിൽ വിളിച്ചു ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അങ്ങനെ ഒരു പെൺകുട്ടീനെ പറഞ്ഞു വിട്ടിട്ടില്ലെന്ന് അറിയാൻ കഴിഞ്ഞേ. രജനി എന്ന് പറയുന്ന ഒരു സ്ത്രീയെ പറഞ്ഞു വിട്ടിരിക്കുന്നത്. പക്ഷേങ്കിൽ ആ രജനി ഇവിടെ എത്തിയിട്ടില്ല. അതിന് പകരം ഇവരാ വന്നിരിക്കുന്നത്. ഇതിന്റെ പിന്നിൽ എന്തോ ഒരു ചതി ഉണ്ടെന്ന് തോന്നുന്നു സേതുവേട്ടാന്ന് പറയാം. ഇത് കേട്ടപ്പോൾ സേതുവിന് അപകടം മണത്തു. പെട്ടെന്ന് തന്നെ സേതുവിന് മനസ്സിലായി എന്തോ ഒരു ചതി നടന്നിട്ടുണ്ടെന്നുള്ള കാര്യം. പെട്ടെന്ന് തന്നെ സേതു എന്ത് ചെയ്യുകയാണ്, സേതു പല്ലവിയോട് പറഞ്ഞു, പല്ലവി അങ്ങോട്ടേക്ക് പോയിക്കോ, ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് വരാന്ന് പറയാണ്. അങ്ങനെ സേതു ചെന്ന് ജീനനെ പിടിക്കണം. ജീനനെ പിടിച്ചെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യണം. സത്യം പറഞ്ഞോണം, അല്ലെ നിന്നെ നീ ശരിയാക്കുമെന്ന് പറയണം. എന്തിനാ നീ ഇങ്ങോട്ട് വന്നേ, നീ ആര് പറഞ്ഞിട്ടാ വന്നേന്നൊക്കെ ചോദിക്കുക. അവസാനം ജീനയ്ക്ക് സത്യം പറയേണ്ടതായിട്ട് വന്നു. ജീന പറഞ്ഞു, ഇന്ന പല കാര്യങ്ങള് കേക്കിനകത്ത് വിഷം കുത്തി നിറച്ചിട്ടുണ്ട്. അത് കഴിച്ചു കഴിയുമ്പോഴത്തേനും ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ സേതു ഒരു നിമിഷം ഞെട്ടിപ്പോയി. പെട്ടെന്ന് തന്നെ സേതു എന്ത് ചെയ്യാണ്, അവളെ വിട്ടിട്ട് നേരെ അങ്ങോട്ടേക്ക് വരുമ്പോഴത്തേനും ശ്രീദേവിയും ആനന്ദും കൂടെ കേക്ക് കട്ട് ചെയ്യാനായിട്ട് അങ്ങോട്ട് തുടങ്ങുമായിരുന്നു. പെട്ടെന്ന് സേതു വന്നിട്ട് ആ കേക്ക് അങ്ങോട്ട് മാറ്റുവാണ്. കട്ട് ചെയ്യലെന്ന് പറഞ്ഞു. എല്ലാവരും ഒരു നിമിഷം ഞെട്ടിപ്പോയി. എല്ലാവരും ചാടി എഴുന്നേക്കുവാണ്. ആർക്കൊന്നും മനസ്സിലായില്ല. ആ സമയം ആനന്ദ് ചോദിച്ചു, എന്താ സേതു എന്താ കാണിച്ചെന്ന് ചോദിക്കുക. അത് പിന്നെയെന്ന് പറഞ്ഞിട്ട് സേതു പറഞ്ഞു, അത് ആ കേക്കിനകത്ത് എന്തോ വിഷം ഉണ്ടായിരുന്നു പറയാം. വിഷം ഉണ്ടായിരുന്നോ, ആരാ ഇത് ചെയ്തതെന്ന് ചോദിക്കണം. അപ്പോഴേക്കും എന്ത് ചെയ്യണം, പിന്നീട് ഒന്നിരണ്ട് അവരും എല്ലാവരും കൂടെ കൂടിയിട്ട് അവിടുന്ന് അവന്മാരെ പൊക്കിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് വരുവാണ്. കാരണം ഇതിന്റെ പിന്നിലുണ്ടായിരുന്ന ജീനനെ കൊണ്ടുവരുവാണ്. ജീനനെ കൊണ്ടുവന്ന് സത്യങ്ങളൊക്കെ പറയിക്കണം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഹാളിൽ നിന്ന് എല്ലാവരും ഒരു നിമിഷം ഞെട്ടിപ്പോയി. ആരും പ്രതീക്ഷ കാര്യമായിരുന്നില്ല. അങ്ങനെ ആ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഭാഗ്യം കൊണ്ടാണ് അവര് രക്ഷപ്പെട്ടത്. ഈ സമയത്തെല്ലാം ഗോമതിയുടെ ബാലിന്റെ ഒക്കെ നെഞ്ചിലൊരു തീയായിരുന്നു. അപ്പൊ അവർക്ക് മനസ്സിലായി ഈ കല്യാണം മുടക്കാനായിട്ട് ആരോ മനഃപൂർവ്വം ശ്രമിച്ചിട്ടുണ്ടെന്ന്. ആരും പെട്ടെന്ന് ആകാശനോട് പറഞ്ഞു, ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പിന്നില് മിക്കവാറും അവരായിരിക്കും, കൃഷ്ണമംഗലംകാര്. അവരെ ഈ പണി ചെയ്യുള്ളൂ പറയാണ്. ഈ സമയം സേതി എന്ന് ജീനോട് പറഞ്ഞു, ഇത്തവണ നിന്നെ വെറുതെ വിടുന്നു. പക്ഷെ നിന്നെ അങ്ങനെ വെറുതെ വിടാനും ഉദ്ദേശിച്ചില്ല. നിനക്കുട്ടാൾ പണി തന്നേളാം. നീ ഇതിന്റെ പിന്നിൽ ആരുണ്ടെന്ന് സത്യം പറഞ്ഞോണം, അല്ല നിന്നെ ശരിയാക്കൂന്ന് പറയണം. അപ്പോഴേക്കും ബാലൻ അങ്ങോട്ടേക്ക് വന്നു. ബാലൻ പറഞ്ഞു, നല്ലൊരു ചടങ്ങ് നടക്കുമല്ലേ സേതു, തൽക്കാലത്തേക്കൊന്നും സംഭവിച്ചല്ലോ. ഇപ്പൊ തന്നെ നമ്മൾ ഒരു പ്രശ്നത്തിനും പോകണ്ട, തൽക്കാലത്തേക്ക് വിട്ടേക്കാൻ പറയണം. അങ്ങനെ അവളെ അങ്ങോട്ട് വിടുക. ഈ സമയം ഇത് മിഥുന് അറിയുവാണ്. മിഥുനും അലോകൊക്കെ അറിഞ്ഞു. അലോകിന് സഹിക്കാൻ പറ്റിയില്ല. കാരണം നല്ല ഒന്നാമത്തെ തന്നെ അവസരമാണ് കളഞ്ഞു കുളിച്ചത്. പിന്നീട് മുറിയിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ്. മുറിയിലേക്ക് എന്നപ്പം മിഥുനും കൂട്ടുകാരും ഒക്കെ ഉണ്ടായിരുന്നു. ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അതിൽ ഒരുത്തന്റെ കോളറിന് അങ്ങോട്ട് കയറി അലോക് പിടിച്ചു. എല്ലാം കൂടെ അല്ലേ ഇപ്പൊ ഒപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്തായടാ, പണികളെല്ലാം പാളിപ്പോയില്ലേ. അവിടെ പോയി നാണം കെട്ട് തിരിച്ചു വന്നിരിക്കുന്നു. ആ കേക്ക് കട്ട് ചെയ്ത് അവന്മാര് കഴിക്കുമെന്ന് ഓർത്തിട്ട് എന്തൊക്കെയാടാ നീയൊക്കെ കാണിച്ചു കൂട്ടി വെച്ചെന്ന് ചോദിക്കാം എന്നും പറഞ്ഞ് അവന്റെ കോളറിന് കയറി പിടിക്കുക. പെട്ടെന്ന് മിഥുനും കൂടെ ഇടയ്ക്കിലേക്ക് കയറി. മിഥുൻ പറഞ്ഞു, അലോകെ വേണ്ട, ഇവനെ തൊട്ട് കളിക്കണമെന്ന് പറയണം. എടാ അത് പറയാൻ നീ ആരാണെന്ന് ചോദിക്കണം മിഥുനോട്. അങ്ങനെ അവര് തമ്മിൽ ഉടക്കായി. അവസാനം അലോക് പറഞ്ഞു, മിഥുനെ നീ ഒരു കാര്യം ശ്രദ്ധിക്കണം, കണ്ടില്ലേ നല്ല ഒന്നാന്തരം ചാൻസ് ആയിരുന്നു. കൃത്യം ആ ഒരു ഇത് നടക്കുമായിരുന്നെങ്കിൽ. പക്ഷെ എല്ലാം പാളിപ്പോയില്ലേ പണി. ഇനി പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാന്ന് ചോദിക്കും. സമയമുണ്ടല്ലോ, ഇനി രാത്രി ഉണ്ടല്ലോ, അവളെ കിഡ്നാപ്പ് ചെയ്യാനുള്ള സമയമുണ്ടല്ലോ എന്ന് പറയാം. ഇപ്പൊ ഇവന്മാരെ തല്ലി ഓടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രിത്തെ കാര്യങ്ങളൊക്കെ ആര് നോക്കൂന്നോർത്തായിരിക്കണേ. ആള് വേണ്ടേ, ഒരബദ്ധം ആർക്കും പറ്റും, അത് ക്ഷമിച്ചു കള, ഇനി നമുക്ക് സമയമുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് അലോകിനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുക. പക്ഷെ അലോകിനെ സഹിക്കാൻ പറ്റില്ല. നല്ലൊരു ചാൻസ് ആയിരുന്നു, അത് പോയി കിട്ടിയില്ലോ എന്നൊരു ചിന്തയായിരുന്നു മനസ്സറിയും. പിന്നീട് എന്ത് ചെയ്യാണ്, കേക്ക് കട്ട് ചെയ്ത് വേണ്ടെന്ന് തന്നെ അങ്ങോട്ട് വെക്കുവാണ്. പിന്നീട് ബാക്കി ആഘോഷങ്ങളൊക്കെ തുടങ്ങുക. ഈ സമയത്ത് ആകെപ്പാടി ഒരു ടെൻഷനോടായിരുന്നു
സേതു എന്നിരുന്നത്. കാരണം ഉദയഭാനുവിനെ കണ്ട മാത്രമേ തന്നെ സേതുവിന് ആ ഒരു കാര്യം മനസ്സിലായി. ഉദയഭാനു ഒരു ചതിയനാന്നുള്ള കാര്യം, അവനൊരു പക്ക ഫ്രോഡാന്നുള്ള കാര്യം സേതുവിന് നേരത്തെ അറിയാം. സേതുവിന് ഉദയഭാനുവിനെ അറിയുകയും ചെയ്യാം. പക്ഷേങ്കിൽ എന്തേലും വെട്ടി തുറന്ന് പറയാൻ പറ്റുമോ? പിന്നീട് അവിടെ ആഘോഷങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് പല്ലവിനെയും പിടിച്ചോണ്ട് സേതു അങ്ങോട്ടേക്ക് മാറിപ്പോവാണ്. പല്ലവി ചോദിച്ചാൽ എന്താ സേതുവേട്ടാ? സേതുവേട്ടൻ എന്നോട് എന്തോ പറയാണ്ടെന്ന് തോന്നും. അതെ, ശരിക്കും പറഞ്ഞാൽ ബാലേട്ടൻ ഒരു ചതിയിൽപ്പെട്ടിരിക്കുമെന്ന് പറയണ. ചതിയിലോ? എനിക്ക് എന്താന്ന് മനസ്സിലാകുന്നില്ല. കാര്യം എന്താന്ന് പറ സേതുവേട്ടാ. അത് പിന്നെ ഈ ഉദയഭാനു എന്ന് പറയുന്ന അയാളെ എനിക്ക് അറിയാന്ന് പറയണേ. അയാളെ സേതുവേട്ടൻ അറിയോ? എങ്ങനെ അറിയാം? അയാൾ പണക്കാരനും കാര്യങ്ങളൊന്നും അല്ല. അയാളൊരു പക്ക ഫ്രോഡാന്ന് പറയണേ. എന്തൊക്കെയാ പറയണേന്ന് ചോദിക്കാം. അതെ, ഇത് ശരിക്കും എന്തോ ചതി എവിടെയോ നടന്നിട്ടുണ്ട്. ബാലേട്ടനെ കളിപ്പിച്ചാണ് അവർ ഈ കല്യാണം നടത്തുന്നതെന്ന് പറയാം. ഇനിയിപ്പോ എന്ത് ചെയ്യും സേതുവേട്ടാ? നമുക്ക് പോയി പറഞ്ഞാലോ എന്ന് ചോദിക്കും. നമ്മൾ എങ്ങനെ പറയാനാ? ഇപ്പൊ പോയി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരാരെങ്കിലും വിശ്വസിക്കോ? വിശ്വസിക്കുന്നതിലുപരി എത്ര കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിട്ടായിരിക്കും അവർ ഈ കല്യാണങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ലക്ഷങ്ങൾ മുടക്കിയിട്ടാണ് ഈ കല്യാണമൊക്കെ നടത്തുന്നത്. ഇപ്പം നമ്മൾ ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നിമിഷം കൂടെ എല്ലാം തകർന്നു പോവില്ലേ? എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഒരുപക്ഷെ ഈ കല്യാണം നടന്നതിന് ശേഷമായിരിക്കും അവർ പല സത്യങ്ങളും അറിയാനായിട്ട് പോകുന്നത്. പല സത്യങ്ങളും അതിന് ശേഷമായിരിക്കും പുറത്തു വരുമെന്ന് പറയാം. പല്ല് പറഞ്ഞു, ഇത്രയും വലിയൊരു ചതി നടന്നിട്ട് നമ്മൾ പറയാതിരിക്കുന്ന മോശമല്ല സേതുവേട്ടാന്ന് നിൽക്കും. പക്ഷെ നമുക്കിപ്പോൾ അത് പറയാൻ പറ്റില്ല പല്ലവി. ഇത്ര നല്ലൊരു മുഹൂർത്തത്തിന് സമയത്ത് നമ്മൾ ഇതും പറഞ്ഞുകൊണ്ട് എന്നിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നറിയാലോ. അതുകൊണ്ട് നമ്മളിപ്പോൾ തൽക്കാലത്തെ ഒന്നും അറിഞ്ഞായിട്ട് ഭാവിക്കണ്ട. പക്ഷെ അയാളൊരു ചതിയനാ. അയാള് ഒരിക്കലും ഈ പറയുന്ന വലിയ പണക്കാരനോ കാര്യങ്ങളോ ഒന്നുമല്ല. എനിക്കത് വ്യക്തമായിട്ട് അറിയാന്ന് പറയണ. പല്ലവിക്ക് എന്നിട്ട് സംശയം തീരുന്നില്ല. പല്ലവി ചോദിക്കുന്നുണ്ട്, ഇനി സേതുവേട്ടന് വല്ല തെറ്റിയതാണോന്ന്. എനിക്കൊരിക്കലും തെറ്റിയതല്ല. ഞാൻ പറഞ്ഞ് കൃത്യമായിട്ടുള്ള കാര്യം ഞാൻ ശരിക്കും കൃത്യമായിട്ടുള്ള കാര്യം പറഞ്ഞെന്നൊക്കെ പറയാണ്. പിന്നീട് പല്ലവി അങ്ങോട്ടേക്ക് വരുവാണ്. അങ്ങനെ പാട്ടും ഡാൻസും മേളവും ഒക്കെ അതിഗംഭീരമായിട്ട് തന്നെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ നടക്കുവാണ്. ഇങ്ങനെ പിന്നീട് ഫുഡ് കഴിക്കുന്ന സമയമായി. അങ്ങനെ എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാണ്ട് പോണ സമയത്ത് ബാലൻ പറഞ്ഞു, എല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ നടന്നല്ലേന്ന് ചോദിക്കണം. അതെ, അത് ശരിയാ, നല്ല ഭംഗിക്ക് തന്നെ കാര്യങ്ങളൊക്കെ നടന്നതെന്ന് പറയണം. അപ്പോഴേക്കും ഉദയഭാനു അങ്ങോട്ടേക്ക് വന്നു. ഉദയഭാനുമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ശ്രീകല പറഞ്ഞു, അത് പിന്നെ ഉണ്ടല്ലോ, കല്യാണത്തിന്റെ പകുതി ചെലവ് ഞങ്ങൾ തരാന്നല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ എന്തായാലും ഞങ്ങളുടെ മോൾക്ക് പൈസയായിട്ട് കല്യാണ ചെലവ് നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. അവൾക്ക് ഉള്ള എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ സ്വർണ്ണമായിട്ട് തന്നെ ഞങ്ങൾ കൊടുക്കുക എന്ന് പറയണം. ഒരു 25 പവനും കൂടെ അങ്ങോട്ട് കൂടുതൽ തരും. അത് ബാലൻ കല്യാണത്തിനായിട്ട് ചെലവുകളൊക്കെ ആയിട്ട് വേണേ എടുത്തു, അല്ലാതെ പൈസ ഞങ്ങൾ തരുന്നില്ല എന്ന് പറയാം. ഇത് കേട്ടതും ബാലൻ പറഞ്ഞു, അതെന്താ ഉദയഭാനു സാറേ അങ്ങനെ വെച്ചാൽ പൈസ? അതെന്ന് വെച്ചാൽ കാരണം ഞങ്ങൾക്ക് അങ്ങനെ പൈസയായിട്ട് തരാനായിട്ട് ഒത്തിരി താല്പര്യമില്ല. ബാലിന് ഇഷ്ടംപോലെ പൈസ ഉള്ളതല്ലേ. അപ്പൊ ഞങ്ങൾ ബാലിന് പൈസ തന്ന അപമാനിക്കുന്നതിന് തുല്യമല്ലേ. അതിന് പകരമായിട്ട് സ്വർണം തന്നേക്കാം. അത് ഞങ്ങളുടെ മോൾക്ക് നാളെ ആളുടെ ഉപകരിക്കുന്ന കാര്യമല്ലേ. അതുകൊണ്ട് സ്വർണം തന്നേക്കാം, ഞങ്ങളുടെ പൈസയ്ക്ക് പാരെന്ന് പറയാം. ഇത് കേട്ടതും ഗോമതി ബാലനെ നോക്കി. ബാലൻ പറഞ്ഞു, അതിനെന്താ, ഞങ്ങൾക്ക് അതിനകത്ത് ഒരു കുഴപ്പമില്ല. അതിനകത്ത് ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ലെന്ന് പറയണം. സ്വർണ്ണമാണെങ്കിലും പണമാണെങ്കിലും ഞങ്ങൾക്ക് പ്രശ്നമൊന്നും ഇല്ലാന്ന് പറയാം. ഈ സമയം മീനാക്ഷി മിത്രേനെ നോക്കി. കാരണം ഇവര് പകുതി പൈസ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെ പിന്നെ സ്വർണം കൊടുക്കാന്ന് പറഞ്ഞേ. ഇതെന്തേലും ഒരു ചതി ഉണ്ടോ എന്നൊരു സംശയം മീനാക്ഷി ഉള്ളിൽ വരുവാണ്. മീനാക്ഷി അത് മിത്രയുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ മിത്ര പറഞ്ഞേ, അങ്ങനെയൊന്നും ഇല്ലായിരിക്കും ചേച്ചി, അതൊക്കെ ചിലപ്പോൾ തോന്നുന്നായിരിക്കും എന്ന് പറയാണ്. പിന്നീട് എന്ത് ചെയ്യുവാണ്, മീനാക്ഷി മിത്ര അവരെല്ലാരും കൂടെ അങ്ങോട്ട് ഫുഡ് കഴിക്കാനായിട്ട് അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് ആര്യം ചെന്ന് ആകാശിനോട് പറഞ്ഞു, ഈ കല്യാണം മുടക്കാനായിട്ട് മനഃപൂർവ്വം കൃഷ്ണമംഗലംകാർ ഇറങ്ങി തിരിച്ചിരിക്കുന്നതാന്ന് തോന്നേ, അവന്മാരാന്ന് തോന്നി ഇതിന്റെ പിന്നിൽ. അങ്ങനെയാണ് ഇത് വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്ന് പറയണം. അത് ശരിയാ, അവർക്കൂടെ നല്ലൊരു പണി കൊടുക്കണം ആ അലോകിനിട്ട്. ഇങ്ങനെയാണെങ്കിൽ ഇനി അവർ മിക്കവാറും ഈ കല്യാണം മുടക്കാൻ ശ്രമിച്ചെന്നിരിക്കും. അതൊരു കാരണവശാലും പാടില്ലെന്ന് പറയാണ്. അങ്ങനെ അവർ ചില തീരുമാനങ്ങളൊക്കെ എടുക്കണം. അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത്. നാളത്തെ ഫുൾ വിശേഷം വരുമ്പോൾ അറിയാം ഇനി എന്തൊക്കെ സംഭവിക്കുന്ന. മിഥുനും അലോകം തമ്മിൽ അടിച്ചു പിരിഞ്ഞോന്നറിയാം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചോണ്ട് നന്ദി.